ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമാണ് വിചാരിക്കുന്നു. പിന്നെ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അതായത് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾക്കൊരു ചോദിച്ചിന് ബിസിനസ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിന്. നിങ്ങളിപ്പോൾ ഏത് ബിസിനസ്സാണ് തുടങ്ങണമെന്ന് വെച്ചാൽ ആ ബിസിനസ്സിൽ ഒരു 2-3 പേരെങ്കിലും വേണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റയ്ക്ക് വലിയ സംഭവമാണ് വിചാരിച്ചാണ്ടൊന്നും ബിസിനസ് നീങ്ങൂല. അപ്പോൾ കൂടുതൽ 2-3 പേര് വേണം. പിന്നെ ഒറ്റയ്ക്ക് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പുച്ഛമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പറയണേ. എന്താ പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ കച്ചവടം നീങ്ങൂല. നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, പനി പിടിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി നീങ്ങൂല. അങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ 2-3 പേര് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കമ്പനീൻ്റെ ഈ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒരേ ഇതിലല്ല, എല്ലാവരും വേറെ വേറെ ഇതിലേക്കാരം. റേഷൻ കടയിൽ പോയാൽ അറിയാൻ പറ്റും, വലിയ റേഷൻ കടയിലൊക്കെ പോയാൽ അറിയാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ. എല്ലാവരും ഓരോ വേറെ വേറെ ലേഡീസിൻ്റെ വേറെ. അതേമാതിരി തന്നെയാണ് ബിസിനസ്സിലും കമ്പനിയിൽ ലുലുമാളിൽ എല്ലായിടത്തും ഒരേമേ. അപ്പോൾ ഇതൊക്കെ തുടങ്ങണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യണം. എങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എത്ര ആൾ വേണം, പിന്നെ എത്ര ആൾ ഇതിൽ ഇറങ്ങണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കച്ചവടം നീങ്ങും. ഒരാൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നോക്കും. അതേമാതിരി തന്നെയാണ്. അങ്ങനെയാണ് കമ്പനി. ഒറ്റയ്ക്ക് നിൽക്കുന്ന കമ്പനി, വലിയ കമ്പനിയൊക്കെ തുടങ്ങിയാൽ അതൊരു പ്രശ്നമാണ്. പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി നീങ്ങൂല. പിന്നെ താനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ആളുണ്ടാവില്ല. അപ്പോൾ എല്ലാറ്റിലും ആൾ വേണം, 2-3 ആൾക്കാർ വേണം. ഉണ്ടെങ്കിൽ